തൃത്താല ICDSന്റെ നേതൃത്വത്തിൽ പോഷന്മാർ 2025 സംഘടിപ്പിച്ചു. തൃത്താല ICDSന്റെ ആഭിമുഖ്യത്തിൽ നാഗലശ്ശേരി പഞ്ചായത്ത് തല പോഷകാഹാര മാസാചരണ പരിപാടി തൃത്താല ബ്ലോക്ക് ഹാളിൽ നടത്തി. കുട്ടികൾ, കൗമാരക്കാർ, യുവാക്കൾ എന്നിവരുടെ ഇടയിൽ അമിതവണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഉപ്പ്, എണ്ണ, മധുരം എന്നിവ കുറച്ചുകൊണ്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണ രീതി പിന്തുടരേണ്ട ആവശ്യകതയെക്കുറിച്ച് ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിക്ക് തൃത്താല CDPO ബിന്ദു, ICDS സൂപ്പർവൈസർ രാധിക, MD എന്നിവർ നേതൃത്വം നൽകി. JHI മഹേഷ്, JPHN ഷാനിബ എന്നിവർ പോഷകാഹാരവും അമിതവണ്ണവും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നൽകി. ആശാ വർക്കർമാരുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും സഹകരണത്തോടെ ഹെൽത്ത് വെയ്റ്റ് സ്ക്രീനിംഗ് നടന്നു. അങ്കണവാടി പ്രവർത്തകരുടെ ഫുഡ് എക്സിബിഷനും ശ്രദ്ധേയമായി. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൗൺസിലർ അനഘ ക്ലാസ് എടുത്തു. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ, ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ എന്നിവർ സജീവമായി പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ 156ാമത് ജന്മദിനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 2 മുതൽ 9 വരെ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഭാഗമായി ചാലിശ്ശേരി റോയൽ സെൻട്രൽ കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ചാലിശ്ശേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ M. മഹേന്ദ്ര സിംഗ് നിർവഹിച്ചു. റോയൽ സെൻട്രൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സെയ്തു ഹാജി ഗാന്ധി സന്ദേശം നൽകി. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ N. ഷാജി തോമസ് പദ്ധതിയുടെ ഭാഗമായുള്ള വൃക്ഷത്തൈ വിതരണം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ചാലക്കുടി ഗാന്ധി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും എല്ലാവരും ഏറ്റുചൊല്ലുകയും ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ അനുരാധ സുനിൽ, ഡോക്ടർ വർഷ, ഡോക്ടർ M. നജ്മ, ഹസ്നത്ത്, ഡോക്ടർ മീര, ഡോക്ടർ നീതു K. ഖാദർ, ഡോക്ടർ സുനിമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പദ്ധതിയുടെ ഭാഗമായി ബ്രോഷറും കൈമാറി. ഗാന്ധി സ്മൃതി ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ഉറങ്ങാത്ത നഗരമായ ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡിലും കൈരളി ജംഗ്ഷൻ മുതൽ ആനക്കോട്ട വരെയുള്ള റോഡിലും പുതിയ സ്ട്രീറ്റ് ലൈറ്റ് ഒരുക്കുന്നതിന്റെ ഭാഗമായി 2ാം ഘട്ടം മഞ്ജുലാൽ ജംഗ്ഷൻ മുതൽ കോയ ബസാർ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രകാശനം പന്തായിൽ ക്ഷേത്ര പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ MM. ഷഫീർ, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, RV. ഷെറീഫ്, നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷി ദേവദാസ് എന്നിവർ സംസാരിച്ചു. അടുത്ത 2ാം ഘട്ടത്തോടെ ഈ പദ്ധതി പൂർത്തിയാവും. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയ്ക്ക് പഴഞ്ഞിയിൽ തുടക്കമായി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മാർത്തോമ സ്കൂൾ, ബസേലിയോ സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ഉപജില്ലയിലെ 115 വിദ്യാലയങ്ങളിൽ നിന്നായി 3600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയുടെ ഉദ്ഘാടനം കാട്ടാക്കമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES. രേഷ്മ ടീച്ചർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കുന്നംകുളം AEO A. മൊയ്തീൻ, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ TS. മണികണ്ഠൻ, വാർഡ് മെമ്പർ KT. ഷാജൻ മാസ്റ്റർ, വിവിധ വാർഡ് മെമ്പർമാർ, അധ്യാപക രക്ഷാകർതൃ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ CG. സിൽവി നന്ദിയും പറഞ്ഞു.
പെരുമ്പിലാവ് സെന്ററിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിൽ മാർഗരേഖയായി. KSTP അധികൃതരും വ്യാപാരികളുടെ പ്രതിനിധിയും പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. വെള്ളക്കെട്ടിന് പ്രധാന കാരണമായ അടഞ്ഞ കലുങ്ക് നവീകരിക്കുകയും പൊറവൂർ പരുവക്കുന്ന് തുടങ്ങിയ റോഡുകളിൽ നിന്നും സംസ്ഥാന പാതയിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. സംസ്ഥാന പാത നവീകരണത്തോടൊപ്പം വെള്ളക്കെട്ടിനും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാന പാതയിലെ കാനയിലേക്ക് ഹോട്ടലുകളിലെ മലിനജലം ഒഴുക്കിവിടുന്നത് പൂർണ്ണമായി നിരോധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അറിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി കാന തുറക്കുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിന്റെ പൈപ്പ് കാനയിലേക്ക് തുറക്കുന്ന രീതിയിൽ കണ്ടാൽ കനത്ത പിഴ ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പിലാവ് ജംഗ്ഷനിലെ പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായതോടെ ഒരാഴ്ചയായി ഉണ്ടായിരുന്ന ഗതാഗത തടസ്സത്തിനും പരിഹാരമായി. JKR ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ലുരോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് JKR ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. ഈ കഴിഞ്ഞ ഞായറാഴ്ച 5/10/2020 കാട്ടകമ്പാൽ ക്ഷേത്ര സമിതിയുടെ ഒരു വാർഷിക പൊതുയോഗം, തിരഞ്ഞെടുപ്പോടുകൂടിയുള്ള വാർഷിക പൊതുയോഗം കാട്ടകമ്പാൽ ക്ഷേത്രം ഊട്ടുവലിൽ വെച്ച് നടത്തുകയുണ്ടായി. എന്നാൽ ആ പൊതുയോഗത്തിൽ ഭരണസാരഥികൾ ഓഡിറ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ കണക്കുകൾ അവതരിപ്പിക്കുകയും ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ സമയത്ത് അത് പാസ്സാക്കുകയും സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുകയും ഉണ്ടായി. ഇതിൽ ഒരുപാട് അഴിമതികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇതിനെതിരെ വാക്കൗട്ട് നടത്തേണ്ടി വന്നത്. എന്താണെന്ന് വെച്ചാൽ 2024 കാലഘട്ടത്തിൽ 8,77,027 രൂപ ഉണ്ടായിരുന്ന ശമ്പളം ഒരു വർഷം കൊണ്ട് 19,36,006 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എന്നാൽ ആർക്കും ശമ്പളം വർദ്ധിപ്പിച്ചു നൽകിയിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് ഈ ചിങ്ങമാസം മുതലാണ് കൊടുത്തു തുടങ്ങുകയുള്ളൂ. പിന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചപ്പോൾ സെക്രട്ടറിക്ക് പറയാൻ സാധിക്കുന്നില്ല. കൂടാതെ 2 വർഷം മുമ്പ് ഭരണം മാറിപ്പോകുമ്പോൾ ലോക്കറും സൗകര്യങ്ങളും, കനറ ബാങ്കിലുള്ള ലോക്കറും സൗകര്യങ്ങളും ഏൽപ്പിച്ചിട്ടും ഇത്രയും കാലമായിട്ട് പോലും ആ ലോക്കറിൽ ദേവസ്വത്തിൻ്റെതായ കോടികൾ വിലപിടിപ്പുള്ള സ്വർണം സൂക്ഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളോ ഇവർ ചെയ്തിട്ടില്ല. ഇവരുടെ സ്വയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു ഭക്തജന കൂട്ടായ്മയുടെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ പ്രസ് മീറ്റിംഗ് നടത്തേണ്ട വന്നിട്ടുള്ളത്. പൊതുയോഗത്തിലാണ് 2 ജനറൽ ഓഡിറ്റർമാർ തിരഞ്ഞെടുത്തത്. അവരാണ് സത്യത്തില് ദേവസ്വത്തിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നത്. ദേവസ്വം ഓഡിറ്റ് നമ്മൾ പൊതുയോഗം തെരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് അറിവുള്ള ആളുകൾ മാത്രമേ അംഗീകാരം. ക്രമക്കേടുണ്ട്. അഴിമതി ഇതാക്കണം, തെളിയിക്കണം. നോക്കാൻ ആവശ്യപ്പെട്ടതല്ലോ. അത് ഭരണസമിതിയെ കുറിച്ചിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഭരണസമിതി തെരഞ്ഞെടുക്കാതിരിക്കാതെ നല്ല വിഷയമല്ല. ഞങ്ങളത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചത്. ഇല്ല, ഞങ്ങൾ നിയമപരമായിട്ട് പോകുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. ഏത് ആദ്യം ഞങ്ങള് പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നു ഇങ്ങനെ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് പൊതുജനങ്ങൾ, ഇത് 360 മെമ്പർമാര് മാത്രമല്ലോ. 1,500-2,000 ഇതുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. പ്രദേശത്തെ ആളുകളുണ്ട്, അവരറിയിക്കുന്ന ചുമതല ഉണ്ടല്ലോ. ആ അറിയിക്കുന്ന ചുമതല ഞങ്ങൾ പത്രസമ്മേളനം ചെയ്യുന്നു മാത്രം.
ഈ ഭരണസമിതിക്ക് ഇതിനു മുമ്പ് ഇത്ര ആരോപണം ഉണ്ടായിരുന്നു. ഏത് ഭരണസമിതി കയറി മുമ്പ് അമ്പലത്തിൽ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഇതിപ്പോ 2 വർഷമായിട്ടുള്ളവര് ഒന്നും ആരോപിക്കാൻ പറ്റില്ല. കാരണം വെച്ചാല് നമുക്ക് പൊതുയോഗത്തിലാണ് ഇതൊക്കെ കൃത്യമായി കണക്കുകൾ കിട്ടുള്ളൂ. അതല്ല നമുക്ക് അതിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. യുവാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പിടികിട്ടാപ്പുള്ളി വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ. യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ പിടികിട്ടാപ്പുള്ളിയെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്ങൾപ്പടി സ്വദേശി പാലക്കൽ വീട്ടിൽ മുഹാഫിനെയാണ് വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ പഞ്ചവടി സ്വദേശി തിരുത്തിയിൽ വീട്ടിൽ ജബ്ബാറിനെയാണ് പ്രതി ആക്രമിച്ചത്. കേസിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2021 കേസിനാസ്പദമായ സംഭവം. മുഹാഫും മറ്റൊരാളും ചേർന്ന് മാരകായുധങ്ങളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ഓട്ടോറിക്ഷ നിർത്തി കാര്യം അന്വേഷിച്ചതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഓട്ടോറിക്ഷയുടെ ചില്ലടിച്ചു തകർക്കുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അറസ്റ്റിലായ പ്രതി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ്. ഗ്രേസ് സബ് ഇൻസ്പെക്ടർ ബിന്ദുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ S രഞ്ജിത്ത്, ജിതിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ റോഷൻ, റെജിൻ, നസൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ടോഡി വർക്കേഴ്സ് യൂണിയൻ കുടുംബസംഗമം. ചാവക്കാട് റേഞ്ച് ടോഡി വർക്കേഴ്സ് യൂണിയൻ കുടുംബസംഗമം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ടോഡി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി CK വിജയൻ, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, യൂണിയൻ സെക്രട്ടറി AS മനോജ്, കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, KS പ്രമോദ്, KV മനോജ് എന്നിവർ സംസാരിച്ചു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂരിൽ ഔട്ടർ റിംഗ് റോഡ് മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിൽ മോദി സർക്കാരിനെ നന്ദി അറിയിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഗുരുവായൂർ കിഴക്കേ നടയിൽ മധുരപലഹാരം വിതരണം നടത്തി. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചമ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജിയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, സെക്രട്ടറി പ്രസന്നൻ വലിയ പറമ്പിൽ, പ്രദീപ് പണിക്കാശ്ശേരി, ജിതിൻ കാവീട്, KK സുമേഷ്, ദീപക് തെരുവങ്കിടം, മനോജ് പൊന്നുപറമ്പിൽ, ശ്രീജിത്ത് പള്ളിക്കര, ഷിബീഷ് പാക്കത്ത്, കൃഷ്ണൻ നളന്ത, EU രാജഗോപാൽ, നിതിൻ മരക്കാത്ത് എന്നിവർ പങ്കെടുത്തു. എളവള്ളിയിൽ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ പണ്ടറക്കാട് ഐശ്വര്യ റോഡ് കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സമീപവാസികൾ ഗ്രാമസഭയിൽ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് തുക അനുവദിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. PM പ്രിൻസ്, സിസിലി ദേവസി, KE ധർമ്മൻ, TA പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കുറ്റക്കാരായ മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഗയിൽ പന്തംകുളത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. പ്രസാദ് പണിക്കൻ, തച്ചങ്കുളം പരമേശ്വരൻ, സുബിരാജ് തോമസ്, PR പ്രേമൻ, K രവീന്ദ്രൻ, റാഷിദ് അളവള്ളി, TP ബാബു, ബാലചന്ദ്രൻ തെക്കേപ്പാട്ട്, CT ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ജിജി ഡേവിഡ്, KS ചന്ദ്രൻ, വിജയ ശശിധരൻ, സുനിത സുരേഷ്, രജിത ഷിജു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 year റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യും. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. BJP കൗൺസിലർമാരുടെ ഡിവിഷനുകളിൽ റോഡുകളുടെ പണി പൂർത്തീകരിക്കാതെ രാഷ്ട്രീയം കളിക്കുന്ന മേയർക്കെതിരെയും കേന്ദ്രമന്ത്രിയും തൃശൂർ MP കൂടിയായ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നൽകിയ കേന്ദ്ര പദ്ധതികൾ കൃത്യമായി വിനിയോഗിക്കാത്ത കോർപ്പറേഷൻ നടപടികൾക്കെതിരെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഉപരോധിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മുഗളരും ടിപ്പു സുൽത്താനുമൊക്കെ ക്ഷേത്രം കൊള്ളയടിച്ചതിനെക്കുറിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് CPM-ഉം കോൺഗ്രസും ചെയ്യുമെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അഴിമതി ഒരു പ്രധാന വിഷയമായി ജനങ്ങൾ കാണണമെന്നും രമേശ് വ്യക്തമാക്കി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു, കോർപ്പറേഷൻ കൗൺസിലർമാരായ ഡോക്ടർ V ആതിര, പൂർണിമ സുരേഷ്, N പ്രസാദ്, KG നിജി, NV രാധിക എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുജയ് സേനൻ, സുധീഷ് മേനോത്തുപറമ്പിൽ, സർജു തൈക്കാവ്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, സംസ്ഥാന സമിതി അംഗങ്ങളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, MS സമ്പൂർണ്ണ എന്നിവർ നേതൃത്വം നൽകി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ഉപരോധം 11 മണിക്ക് പ്രവർത്തകരെ പോലീസ് ബലം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സമാപിച്ചത്. എളവള്ളിയിൽ ഓർമ്മത്തുരുത്തൊരുക്കി ജനപ്രതിനിധികൾ. എളവള്ളി ഗ്രാമപഞ്ചായത്ത് 2020-25 ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പച്ചത്തുരുത്തൊരുക്കി ജനപ്രതിനിധികൾ. എളവള്ളി കണിയാന്തുരത്തിലുള്ള കുളവെട്ടി പച്ചത്തുരുത്തിനോട് ചേർന്നാണ് ജനപ്രതിനിധികളുടെ ഓർമ്മത്തുരുത്തൊരുക്കുന്നത്. സംസ്ഥാന ഹരിത കേരള മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 16 ഭരണസമിതി അംഗങ്ങളും സെക്രട്ടറിയും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ടത്. ഓരോ അംഗങ്ങളും ഓരോ വ്യത്യസ്തമായ ഫലവൃക്ഷങ്ങളാണ് നടുന്നതിനായി തിരഞ്ഞെടുത്തത്. പുലാസൻ, അബിയു, ലൂവി, മാംഗോസ്റ്റിൻ, അമ്പഴം, ബറാബറ, ലോഗൻ, സ്ട്രോബെറി, പേര, റംബൂട്ടാൻ, ചാമ്പ, സപ്പോട്ട, മിറാക്കിൾ, നെല്ലി, അരിനെല്ലി, മാതളം, മക്കോട്ടെ ദേവ എന്നീ ഫലവൃക്ഷങ്ങളാണ് പച്ചത്തുരുത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. വൃക്ഷങ്ങളുടെ പേരും ഭരണസമിതി അംഗങ്ങളുടെ പേരും ഓരോ തൈകളുടെ കൂടെ പ്രദർശിപ്പിക്കും. ഹരിത കേരള മിഷന്റെ തൃശൂർ ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള 2ാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് നേടിയിരുന്നു. ഓർമ്മത്തുരുത്തിന്റെ നടിൽ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു അധ്യക്ഷനായി. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിലെത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം
വാഴപ്പിള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. പോർക്കുളം പഞ്ചായത്തിലെ അക്കിക്കാവ് വെസ്റ്റ് 6 വാർഡിലെ സബ് രജിസ്ട്രാർ BRD റോഡിലെ അറ്റകുറ്റപ്പണിയെപ്പറ്റി തർക്കം. പൈപ്പ് ലൈൻ ഇടുമ്പോൾ തകർന്ന റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് റോഡരികിൽ മണ്ണിട്ടതാണ് തർക്കത്തിനിടയാക്കിയത്. പൈപ്പിടാനായി കുഴിയെടുത്ത ഭാഗത്ത് മെറ്റലിടാതെ മണ്ണിട്ടുയർത്താൻ കരാറുകാരൻ ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. പഞ്ചായത്ത് അംഗം KA ജ്യോതിഷ്, മുൻ പഞ്ചായത്ത് അംഗം കവിത പ്രേംരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് പണി തടഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തുകയും കുഴികളിലിട്ട മെറ്റൽ നീക്കാൻ നിർദ്ദേശം ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. പ്രദേശവാസികളായ റജുല, വേണുഗോപാൽ, ജോർജ്, കുമാരൻ, ഫെബി എന്നിവർ നേതൃത്വം നൽകി. ചീഫ് ജസ്റ്റിസിനെ ഷൂ കൊണ്ടെറിഞ്ഞ് അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് കോടതി യൂണിറ്റ് നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ്, അഡ്വക്കേറ്റ് TP പ്രിയങ്ക എന്നിവർ സംസാരിച്ചു. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡിഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡിഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. ഹോം ബോണിന്റെ ഡിഫിക്സ് ഡിഷ് വാഷ് ജെൽ സെൻസിറ്റീവ് കൈകൾക്ക് അനുയോജ്യം. ഡിഫിക്സിന്റെ യുണീക് ഫോർമുല, സോഫ്റ്റ് ഓൺ സ്കിൻ ഇൻഗ്രീഡിയൻസ്, പവർ ഫോമിംഗ് ആക്ഷൻ ആൻഡ് റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കഴുകൽ കൂടുതൽ എളുപ്പമാക്കുന്നു. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡിഫിക്സ്. ഡിസ്ട്രിബ്യൂട്ടർ SD മാർക്കറ്റിംഗ്, ഹൈസ്കൂൾ റോഡ്, പഴഞ്ഞി. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം പഞ്ചായത്ത് മുനിസിപ്പൽ തല പദയാത്ര ബ്ലാങ്ങാട് കല്ലുങ്ങൽ ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച യാത്രയുടെ പതാക BMS ഗുരുവായൂർ മേഖല വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ജാഥ ക്യാപ്റ്റൻ KA ജയതിലകനും വൈസ് ക്യാപ്റ്റൻ സനൂപിനും നൽകി ഉദ്ഘാടനം ചെയ്തു. പദയാത്രയുടെ സമാപനം ചാവക്കാട് വസന്തം കോർണറിൽ ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. BMS ഗുരുവായൂർ മേഖലാ സെക്രട്ടറി PK അർമുഖൻ അധ്യക്ഷത വഹിച്ചു. BMS മുൻ ജില്ലാ പ്രസിഡന്റ് TC കൃഷ്ണൻ, VK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി പെൻഷൻ 6000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി പുനരാരംഭിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര വീതത്തിന് തുല്യമായ തുക സംസ്ഥാന സർക്കാരും നൽകി മിനിമം വേതനം ഉറപ്പുവരുത്തുക, സമഗ്രമായ തൊഴിൽ നയം പ്രഖ്യാപിക്കുക, മയക്കുമരുന്ന് വ്യാപനം തടയുക, ക്രമസമാധാനം സംരക്ഷിക്കുക, കേന്ദ്ര പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുക, പിൻവാതിൽ നിയമം അവസാനിപ്പിക്കുക തുടങ്ങി 30ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന യാത്രയ്ക്ക് KV ശ്രീനിവാസൻ, KT മുഹമ്മദ് യൂനസ്, KV റാം, ഷിജിത് രാമി, VA മധു എന്നിവർ നേതൃത്വം നൽകി.